Hello everyone, welcome to my channel The Hungry Fabs. നിങ്ങൾ എല്ലാവരും എന്നെ ആദ്യമായിട്ടായിരിക്കും കാണുന്നത്, കാരണം ഇത് എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്, ലോങ് വീഡിയോ ആണ് യൂട്യൂബിൽ. എൻ്റെ പേര് ഷൈമ. സോ ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്, അതാണ് ദ ഹംഗ്രി ഫാബ്സ്. അപ്പോൾ ഇനി അങ്ങോട്ട് എനിക്ക് തോന്നുന്ന തോട്ട്സും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനായിട്ട് ഇതൊരു മീഡിയമായി എടുത്ത് നമ്മുടെ ഓഡിയൻസ് നിങ്ങളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. സോ വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇതുവരെ യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ടില്ലെന്നേ ഉള്ളൂ, പക്ഷേ യൂട്യൂബിലുള്ള എല്ലാ കാര്യങ്ങളും, നമ്മുടെ ദൈനംദിനം നടക്കുന്ന കാര്യങ്ങളും റിയാക്ഷൻസ് ഒക്കെ ഫോളോ ചെയ്യുന്ന കുറേ പേരെ ഇൻഫ്ലുവൻസസിനെ ഫോളോ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. മീൻസ് എല്ലാം കണ്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പം എനിക്ക് തോന്നി ചില കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് പ്രതികരിക്കണം എന്ന് തോന്നും, പക്ഷേ അതിപ്പോൾ നമുക്ക് എല്ലാവരോടും പോയി പറയാൻ പറ്റില്ല. അതിന് ഉപയോഗിക്കാൻ പറ്റിയൊരു മീഡിയമാണിത് എന്ന് നല്ല രീതിയിൽ യൂസ് ചെയ്യണം എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് സ്റ്റാർട്ട് ചെയ്ത ഒരു ചാനലാണ്. ഇനി എന്തുണ്ടെങ്കിലും എൻ്റെ കൂടെ ഡിസ്കസ് ചെയ്യാം, സംസാരിക്കാം. കമന്റ് ബോക്സിൽ നമുക്ക് നല്ലൊരു ബന്ധം എല്ലാവർക്കുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം. എന്ത് കാര്യം ഉണ്ടെങ്കിലും നമുക്ക് അഭിപ്രായങ്ങൾ സംസാരിക്കുമ്പോൾ തന്നെ ഒരു നല്ല കാര്യമല്ലേ. സോ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോസ് ഞാൻ ചെയ്യണം, എന്തെങ്കിലും ടോപ്പിക്കിനെ കുറിച്ച് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ എൻ്റെ അടുത്ത് അറിയിക്കുക. സോ ഞാൻ തീർച്ചയായിട്ടും അതിനെക്കുറിച്ചിട്ട് സംസാരിക്കാനായിരിക്കും. ഇന്ന് ഞാൻ എൻ്റെ ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് തന്നെ ലൈക്ക് ഒരു യൂസ്ഫുൾ വീഡിയോ എന്നുള്ള രീതിയിൽ, അത് മാത്രമല്ല എനിക്ക് ഇത്രയും ലൈഫ് ജേർണിയിൽ തോന്നിയിട്ടുള്ള ഒരു കാര്യത്തിൽ ലൈക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയ ഒരു ഗേൾ എന്നുള്ള രീതിയിൽ. അപ്പം ആദ്യത്തെ വീഡിയോ ആകുമ്പോൾ ഞാനൊരു ഗേൾ ആയതും ലേഡി ആയതുകൊണ്ട് തന്നെ ലേഡീസിനും ഗേൾസിനും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യുന്നതായിരിക്കില്ലേ നല്ലത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ തന്നെയാണ് ഞാനിന്ന് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോയുടെ മെയിൻ ഒരു ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു പെൺകുട്ടികൾ, അതായത് നമ്മളൊരു പെൺകുട്ടിയായിട്ട് നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നു, പിന്നെ നമ്മളൊരു ഭാര്യ ആവുന്നു, ഒരു അമ്മയാവുന്നു, അമ്മായിമ്മയാവുന്നു, ലൈക്ക് അമ്മമ്മയാവുന്നു. അങ്ങനെ ഒരു ഡിഫറെൻറ്റ് ലൈഫ് സൈക്കിൾ നമ്മുടെ ലൈഫിൽ നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്, ലൈക്ക് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പം ഭാര്യ എന്നുള്ളൊരു സിറ്റുവേഷൻ വരെ ആയിട്ടുള്ളൂ, അമ്മയായിട്ടില്ല, അമ്മമ്മ ആയിട്ടില്ല. സോ ഇതുവരെയുള്ള ഭാര്യ വരെയുള്ള എൻ്റെ ഒരു ലൈഫ് എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് നമ്മൾ പെൺകുട്ടികൾ നമ്മുടെ ലൈഫിൽ ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ഇന്നത്തെ കാലത്ത് എക്സ്പെഷ്യലി ഇന്നത്തെ കാലത്ത് കുറേ വീഡിയോസ് ഈ കുഞ്ഞു കുട്ടികൾ 12th സ്റ്റാൻഡേർഡ്, എനിക്ക് അറിയാമായിരിക്കുമല്ലോ, 12th സ്റ്റാൻഡേർഡ് കഴിഞ്ഞിട്ട് അതേപോലെ 18 വയസ്സാവാൻ നോക്കിയിരുന്നിട്ട് ഒളിച്ചോടി പോകുന്ന കാര്യങ്ങളൊക്കെ കണ്ടിട്ട്, അതൊക്കെ കണ്ട് മനസ്സിൽ കുറേ കാര്യങ്ങൾ, ലൈക്ക് സത്യം പറഞ്ഞാൽ അതൊക്കെയാണ് ഈ വീഡിയോസ് ഒക്കെ ചെയ്യാൻ തന്നെയുള്ളൊരു മോട്ടിവേഷൻ. അതൊക്കെ കണ്ടിട്ട് എന്താണ് ഈ കുട്ടികൾ ഇങ്ങനെ ചിന്തിക്കുന്നത്, സ്നേഹിക്കുന്നതൊന്നും ഒരു തെറ്റാണെന്നോ ഞാൻ അതിനൊന്നും എതിരല്ല. പക്ഷെ ചില കാര്യങ്ങൾ ഒരു പെൺകുട്ടി എന്നുള്ള നിലയിൽ നമ്മൾ നമ്മുടെ ലൈഫിൽ പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടാണ്, കുറച്ച് പോയിന്റ്സ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് ഇത് ഫുള്ളായിട്ട് കേൾക്കാം, പക്ഷെ എന്തായാലും നിങ്ങളത് കേട്ട് നോക്കും, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കേട്ട് നോക്കാം. പെൺകുട്ടികൾ എന്നുള്ള രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, അതിൽ ഒന്നാമത്തെ കാര്യമാണ് സെൽഫ് കെയർ. അതിപ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. ഇപ്പം ഇവൻ കൊച്ചു കുട്ടികൾ വരെ ഈ സോഷ്യൽ മീഡിയ കണ്ടിട്ട് ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ് സെൽഫ് കെയർ. നമ്മളുടെ സ്കിന്ന്, നമ്മളുടെ ഹെയർ, നമ്മളുടെ ബോഡി എല്ലാം നല്ല രീതിയിൽ നമ്മൾ സൂക്ഷിക്കുക, എല്ലാ വൃത്തിയോടെ നല്ലതുപോലെ കെയർ ചെയ്ത് സൂക്ഷിക്കുക എന്നുള്ളത് ഒരു ആദ്യത്തെ കാര്യമാണ്. അത് ഒരിക്കലും ആര് പറഞ്ഞാലും നിങ്ങൾ മേക്കപ്പ് ഇടരുതെന്നോ, മേക്കപ്പ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഹെവി ഫൗണ്ടേഷൻ അതല്ല, മേക്കപ്പ് ഇസ് ഡിഫറെന്റ്. അതേപോലെ സെൽഫ് കെയർ, സ്കിൻ കെയർ, അത് രണ്ടും ഡിഫറെന്റ് ആണ്. അപ്പം സ്കിൻ കെയർ ചെയ്യുന്നതിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും നമ്മൾ ആരുടെ അഭിപ്രായം കേൾക്കേണ്ട ഒരാവശ്യമില്ല. നിങ്ങളുടെ പേരൻസിന് അഥവാ അറിയില്ലെങ്കിൽ നമ്മൾ കുട്ടികൾ വേണം പേരൻസിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ. നിങ്ങളുടെ ഏറ്റവും നല്ലൊരു ടീനേജ് പ്രായം മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ തന്നെ മാത്രമേ നിങ്ങൾ വലുതാവുമ്പോൾ നിങ്ങളുടെ സ്കിന്നെല്ലാം നല്ലതാണ്. അപ്പം സ്കിൻ കെയർ വെരി ഇമ്പോർട്ടൻറ്റ്. സ്കിൻ കെയറിന്റെ സ്റ്റെപ്സ് ഒക്കെ അറിയാലോ. അപ്പോൾ നിങ്ങൾക്ക് അഥവാ ആർക്കെങ്കിലും കുട്ടികൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് കമന്റ്സിൽ അറിയിച്ചാൽ മതി. ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എങ്ങനെ നിങ്ങളുടെ സ്കിന്നിനെ കെയർ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ജസ്റ്റ് ബ്രീഫായിട്ട് പറഞ്ഞു പോകണേ ഉള്ളൂ കേട്ടോ. സ്കിൻ കെയർ മസ്റ്റായിട്ട് ചെയ്യണം, ഒന്ന് ഒരുങ്ങി നടക്കണം. അതൊന്നും ഞാനൊക്കെ എൻ്റെ കുഞ്ഞ സമയത്ത് ലൈക്ക് ടീനേജ് സമയത്തൊന്നും ഞാനൊന്നും അത്ര ഒരുങ്ങി, ഞാൻ പൗഡർ പോലും ഇടില്ലായിരുന്നു. പക്ഷെ എനിക്കതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ പിന്നെ ഞാൻ വളർന്നു വന്നപ്പോഴാണ് അതിൻ്റെയൊക്കെ ഒരു ഇമ്പോർട്ടൻസ് എനിക്ക് മനസ്സിലായത്. നമ്മുടെ സ്കിന്ന്, നമ്മളുടെ ഹെയർ എല്ലാം നമുക്ക് കോൺഫിഡൻറ്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മളെ എപ്പോഴും സൂക്ഷിക്കണം. ചില വീടുകളിലൊക്കെ ഇല്ലേ കുറേ ഈ കസിൻസ് അല്ല റിലേറ്റീവ്സ് വന്നിട്ട് അഭിപ്രായം പറയും, അവൾ ഇങ്ങനെ മുടി വെട്ടി, അവൾ അങ്ങനെ മുടി വെട്ടി. അതൊന്നും നിങ്ങൾ കേൾക്കാൻ പോകണം. നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അത് നിങ്ങളുടെ പാരൻസുമായിട്ട് എപ്പോഴും ഒരു ഡിസ്കഷൻ ഉണ്ടായിരിക്കണം കേട്ടോ. അഥവാ അവർക്ക് അറിയില്ലെങ്കിൽ അവർ പറഞ്ഞു കൊടുക്കാം, അമ്മ എനിക്ക് ഇത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, എനിക്കിത് ചെയ്ത് തരുമോ. അങ്ങനെ കെമിക്കൽ രീതിയിലുള്ളതല്ല, ലൈക്ക് കളറിങ്, അതൊന്നുമല്ല ഞാൻ പറഞ്ഞത്. അതൊക്കെ നിങ്ങൾ വളർന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ ഞാൻ ഒരു കുട്ടിയായിരിക്കുന്ന സമയത്ത്, ലൈക്ക് ഒരു ടീനേജ് ടു അഡോളസെന്റ് ആ ഏജിലൊക്കെയുള്ള സമയത്ത് നിങ്ങൾക്ക് തോന്നുകയാണ് എനിക്ക് മമ്മി എനിക്ക് മുടി വെട്ടണം, അപ്പോൾ അമ്മ അടുത്തോ അലാപ്പടുത്ത് പറഞ്ഞിട്ട് മുടി വെട്ടാനോ അല്ലെങ്കിൽ ഒന്നും ലൈക്ക് സ്കിൻ കെയർ, നല്ല മോയ്സ്ചറൈസേഴ്സും സൺസ്ക്രീൻ ഒക്കെ ഉപയോഗിച്ച് നിങ്ങൾ നല്ലതായിട്ട് ഫേസും ഹെയർ നല്ല സീറംസ് ഒക്കെ ഉപയോഗിക്കുക. അതേപോലെ നല്ല എണ്ണയൊക്കെ തേച്ച്, എണ്ണ തേക്കേണ്ടവർക്ക് തേക്കാം, ഇല്ല നമ്മുടെ ഒരു ഇന്ത്യൻ കൾച്ചറിൽ എണ്ണ ഇസ് ഇമ്പോർട്ടൻറ്റ്, അതുകൊണ്ട് ഞാൻ എണ്ണ എന്ന് പറഞ്ഞാൽ അതല്ല. നല്ല രീതിയിൽ നിങ്ങൾക്ക് എങ്ങനെയാണോ ഒരുങ്ങി നടക്കാൻ തോന്നുന്നത് ആ രീതിയിൽ തീർച്ചയായിട്ടും നിങ്ങൾ നടക്കണം ഒരു ഗേളിനെ സംബന്ധിച്ച് കേട്ടോ. അതാണ് ഫസ്റ്റ് കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. സെൽഫ് കെയർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കിയല്ല. നമ്മളെ കെയർ ചെയ്താലേ നമ്മൾ മറ്റുള്ളവരെ അതേപോലെ കെയർ ചെയ്യത്തുള്ളൂ. മനസ്സിലായോ? അതുകൊണ്ട് അതെപ്പോഴും പെൺകുട്ടികളായിട്ടുള്ള നമ്മൾ ഫസ്റ്റ് ചെയ്തിരിക്കേണ്ട കാര്യം. സെക്കൻഡ് തിങ് ആയിട്ട്
വേറെ കുറെ കാര്യങ്ങളുണ്ട്. അതിനിടയ്ക്ക് കയറിയിട്ട് ഒരു സെക്കൻഡ് തിങ് പോലെ ഞാൻ പറയാൻ വെച്ചാൽ നമ്മളെപ്പോഴും വി ഓൾവേസ് ഹാവ് ടു ലൈക്ക് അനലൈസ് അസ്, നമ്മളെ സ്വന്തമായിട്ട് അനലൈസ് ചെയ്ത് ആൻഡ് അണ്ടർസ്റ്റാൻഡ് അവർ വാല്യൂ. നമ്മൾ ഗേൾസ് നമുക്ക് അറിയാൻ മേലാഞ്ഞിട്ടാണ് നമ്മൾ എത്ര പവർഫുൾ ആണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഞാൻ ഉദ്ദേശിക്കുന്ന ഓവർ സ്മാർട്ട്, ഓവർ പവർഫുൾ അങ്ങനെയല്ല. നമ്മളൊരു ഗേൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയലി വി ആർ വെരി പവർഫുൾ. ഒരു പവർഫുൾ വെപ്പൺസ് ആണ് നമ്മളെ കൊണ്ട് കഴിയാത്തതായിട്ട് ഒന്നുമില്ല. പക്ഷെ നമ്മൾ അപ്പം എന്ത് ചെയ്യണം? നമ്മുടെ വാല്യൂ മനസ്സിലാക്കണം. ഈ കുറേ ആൾക്കാർ, ഈ കുറേ കുട്ടികൾ 18-17 ഇയേഴ്സ് ആകുമ്പോൾ പ്രേമിക്കണം തീർച്ചയായിട്ടും. ഇല്ലെങ്കിൽ ആ പ്രായത്തിൽ പ്രേമിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തോ കുഴപ്പമുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. ഒരു ടീനേജ് അഡോളസെന്റ് ടൈമിലൊക്കെ പ്രേമൊക്കെ നോർമൽ. പക്ഷെ നമ്മൾ ആരുടെയും അടിമകളാവരുത് ആ സമയത്ത് കേട്ടോ. പിന്നെ ഒട്ടും ആവരുത്, തീർച്ചയായിട്ടും ആവരുത്. ഞാൻ പറഞ്ഞാൽ സ്റ്റാർട്ടിങ് ടൈമിലെ അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് വരരുത്. നിങ്ങൾക്ക് ഒരാളോട് ഒരു ഇഷ്ടം ഉണ്ടായി, തീർച്ചയായിട്ടും നിങ്ങൾ പ്രേമിക്കണം. പ്രേമിക്കാന്ന് വെച്ചാൽ ഫസ്റ്റ് ഡേ തന്നെ പോയിട്ട് എനിക്ക് ഇഷ്ടമായി, അത് കഴിഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും ബാഡ് രീതിയിൽ അങ്ങനെ ഒരിക്കലും എക്സ്പോസ്ഡ് ആയിട്ട് ഒന്നിനും നിൽക്കാതെ ഫസ്റ്റ് നിങ്ങൾക്ക് ഒരാളോട് ഇഷ്ടമുണ്ടായി, അയാളെ അനലൈസ് ചെയ്യുക, നിങ്ങളെ അനലൈസ് ചെയ്യുക. നിന്റെ വാല്യൂ, നമ്മുടെ സ്വന്തം വാല്യൂ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇല്ലെങ്കിൽ നമ്മളെ കുറേ പേര് യൂസ് ചെയ്യും, നമ്മളെ അഡ്വാൻറ്റേജ് എടുക്കും. ഇപ്പം ഈ പറഞ്ഞ ഞാൻ എൻ്റെ വാല്യൂ മനസ്സിലാക്കിയത് ഇപ്പം എനിക്ക് 28 ഇയേഴ്സ് ഉണ്ട് തീർച്ചയായിട്ടും. പക്ഷെ ഞാൻ എൻ്റെ സ്വന്തമായിട്ടുള്ള എൻ്റെ വാല്യൂ മനസ്സിലാക്കിയത് April 2020, അതായത് ഒരു 5 വർഷം മുന്നെയാണ്. ഞാൻ എന്താണ്, എനിക്ക് എന്തൊക്കെ കഴിയും എന്നുള്ള രീതിയിൽ മനസ്സിലാക്കിയത്. എൻ്റെ കുറച്ച് അങ്ങനെ പറയാൻ കുറേ ഒരു ലൈഫ് സ്റ്റോറി തന്നെയുണ്ട്. അതൊക്കെ ഞാൻ എപ്പോഴേലും നിങ്ങൾക്ക് ടൈം ഉള്ളപ്പോൾ നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യാം. ലൈക്ക് എനിക്ക് പറ്റിയിട്ടുള്ള എക്സ്പീരിയൻസസ്, പ്രത്യേകിച്ച് ഞാനിവിടെ ഒരു NRI ആയിട്ട് ലൈക്ക് ഒരു ദുബായിൽ വളർന്നൊരു കുട്ടി നാട്ടിൽ പോയി പഠിച്ച സമയത്ത് എനിക്ക് ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ്, എനിക്ക് പ്രത്യേകിച്ച് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഈ ഒരു April 2020 ഈ പറയുന്ന ഞാൻ പോലും എൻ്റെ വാല്യൂ, ഞാൻ എന്താണ് എന്നുള്ളൊരു കാര്യം എനിക്ക് മനസ്സിലായോ? അപ്പം നമ്മൾ എപ്പോഴും കുഞ്ഞുനാളിലെ നമ്മളൊരു വലിയ സംഭവമാണ് എന്ന് തന്നെ രീതിയിൽ നമ്മൾ വളർന്നു വരണം. എന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരെക്കാട്ടിലും ഭയങ്കര വലിയ സംഭവം അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമുക്കൊരു സെൽഫ് റെസ്പെക്ട്, അതാണ് കറക്റ്റ് വേർഡ്. നമ്മൾ നമ്മുടെ സെൽഫ് റെസ്പെക്ട് നമുക്ക് കൊടുത്ത് തന്നെ നമ്മൾ ജീവിക്കണം. അല്ലാതെ വെച്ചു അവൻ അങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ അപ്പം ഞാനത് കേൾക്കാം, എനിക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ നോ പറയില്ല, അങ്ങനെ ഒരിക്കലും ചിന്തിക്കില്ല. അത് പാരൻസ് തീർച്ചയായിട്ടും കുട്ടികളെ വളർത്തുമ്പോൾ സെൽഫ് റെസ്പെക്ട്, സെൽഫിനെ സ്നേഹിക്കാനും സെൽഫ് റെസ്പെക്റ്റും അങ്ങനെ വളർന്നു വരികയാണെങ്കിലുണ്ടല്ലോ നിങ്ങൾക്ക് ഈ ലോകത്ത് ഒന്നിൻ്റെയും കീഴിൽ അടിമപ്പെടാനൊന്നും ആയി ചെയ്യേണ്ടി വരത്തില്ല. മീൻസ് നിങ്ങൾ നിങ്ങളുടെ സെൽഫ് റെസ്പെക്ട് മനസ്സിലാക്കും. അതൊരു സെക്കൻഡ് തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഗേൾസ് എന്നുള്ള രീതിയിൽ നമ്മുടെ ലൈഫിൽ പാലിക്കേണ്ട ഒരു കാര്യമാണ്. അതിൻ്റെ മീൻസ് അണ്ടർസ്റ്റാൻഡ് യുവർ സെൽഫ് വർത്ത്, നമ്മുടെ സ്വന്തം വാല്യൂ നമ്മൾ മനസ്സിലാക്കി. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള മൂന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ എല്ലാ ഗേൾസും ലൈസൻസ്, ഡ്രൈവിംഗ് ലൈസൻസ് തീർച്ചയായിട്ടും എടുത്തിരിക്കണം. 18 വയസ്സ് കഴിഞ്ഞ് വേറെ വയ്യോ, നിങ്ങൾ നാട്ടിലാണെങ്കിലും നിങ്ങൾ ദുബായിലാണെങ്കിലും. ദുബായിലൊക്കെ സംബന്ധിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന എനിക്കറിയില്ല, നാട്ടിലെ കൂട്ട് പോലെയല്ല. ദുബായിലെ ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഇപ്പം നമ്മൾ പറയാറില്ലേ അഡോളസെന്റ്, യങ് ഏജ്, ടീനേജ് എന്ന് പറഞ്ഞ പോലെ, അല്ലെങ്കിൽ നമുക്ക് ജോലി കിട്ടി കല്യാണം കഴിച്ച ഓരോ ലൈഫ് സ്റ്റേജസ് അല്ലേ, അതേപോലെ ഒരു സ്റ്റേജാണ് ദുബായിലെ ലൈസൻസ് എന്ന് വെച്ചാൽ അതൊരു ജേർണിയാണ്. അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷെ ഞാൻ പറയുന്നത് എൻ്റെ അഭിപ്രായത്തിൽ എല്ലാ പെൺകുട്ടികളും നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിരിക്കണം. അത് കേൾക്കുമ്പോൾ വിചാരിക്കും എനിക്ക് വണ്ടി ഓടിക്കാനൊന്നും ഇഷ്ടമല്ല. അങ്ങനല്ല, നിങ്ങൾ വണ്ടി ഓടിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ വണ്ടി ഓടിക്കാൻ ഇഷ്ടപ്പെടണം. മനസ്സിലായോ? ഞാൻ 18 ഇയേഴ്സ് കഴിഞ്ഞപ്പോൾ നാട്ടിൽ കോളേജ് പഠിക്കുന്ന സമയത്ത് ഞാൻ കോളേജ് നാട്ടിൽ പഠിച്ചു. സോ ആ ടൈമിൽ ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് 18 വയസ്സിലായപ്പോൾ 2ന്റെ എടുത്തു. പക്ഷെ ഞാൻ 2 വീലർ അല്ലാണ്ട് 4 വീലറും നാട്ടിൽ ഓടിച്ചില്ല. കാരണം എനിക്ക് നാട്ടിലെ റോഡ്സ് ഒക്കെ നമുക്ക് ഭയങ്കര പേടി, എവിടെ നിന്നാണ് വണ്ടി ആണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ എനിക്കത് ഞാൻ പ്രത്യേകിച്ച് പപ്പ ഫാദർ ഇവിടെ ആയതുകൊണ്ടും ഞങ്ങൾ മമ്മിയുടെ ലൈക്ക് ഞാനും എൻ്റെ സിസ്റ്റർ മമ്മിയും കൂടെ നാട്ടിൽ നിൽക്കുന്ന സമയത്ത് എനിക്ക് അങ്ങനെ ഒരു ഗൈഡൻസ് ഇല്ലാത്തതുകൊണ്ട് കാർ ഞാൻ ഓടിച്ചില്ല. പക്ഷേ സ്കൂട്ടർ ഞാൻ നന്നായിട്ട് ഓടിച്ചു. ഇപ്പോൾ എനിക്ക് സ്വന്തമായിട്ട് സ്കൂട്ടർ ഉണ്ടായിരുന്നേ. ഇപ്പോഴും അത് എനിക്ക് ഓർമ്മയുണ്ട്, ലൈക്ക് നന്നായിട്ട് ഓടിക്കും. അതല്ലാണ്ട് പക്ഷേ ഞാൻ 18 ഇയേഴ്സ് ആയി പോയപ്പോൾ ഞാൻ ലൈസൻസ് എടുത്തു ഇവിടെ ദുബായിൽ. അപ്പോൾ ഈ ദുബായിൽ വെച്ച് ഞാൻ പറയുമ്പോൾ നാട്ടിൽ ലൈസൻസ് എനിക്ക് ഒന്നുമില്ല. കാരണം ദുബായിൽ ലൈസൻസ് എടുത്തപ്പോഴാണ് ഞാൻ റിയലി അതിൻ്റെ വർത്ത് മനസ്സിലായത്. തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിൽ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത് നിങ്ങൾ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങുമ്പോണ്ടല്ലോ യു വിൽ സീ മിറക്കിൾസ്. നിങ്ങൾ നിങ്ങളുടെ പവർ ഉണ്ടല്ലോ, എല്ലാവരുടെയും കൂടെ പോയി ഓടി നിങ്ങൾ തന്നെ വണ്ടി ഓടിച്ചിട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, തീർച്ചയായിട്ടും നിങ്ങളത് എൻജോയ് ചെയ്യും. നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തുകൊണ്ട് ഇത് നേരത്തെ എടുത്തില്ല എന്ന്. മനസ്സിലായോ? അപ്പം നമുക്കതൊരു ഓട്ടോമാറ്റിക്കലി നമുക്ക് നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു സെൽഫ് ഇൻഡിപെൻഡന്റ് ഒരു ഫീൽ ഉണ്ടല്ലോ, ആ ഒരു പവർ, ഐ ക്യാൻ ഡു ഇറ്റ് എന്ന് പറഞ്ഞൊരു പവർ കിട്ടുന്ന ഒരു ഫീൽ, അതേപോലെ നിങ്ങൾക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് എല്ലാ ഗേൾസും എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ഡ്രൈവിംഗ് ലൈസൻസ് തീർച്ചയായിട്ടും എടുത്തിരിക്കണം. അതാണ് തേർഡ് തിങ്. പിന്നെ ഫോർത്ത് തിങ്, എല്ലാ പെൺകുട്ടികളും ജോലി നേടിയിരിക്കണം. തീർച്ചയായിട്ടും ഇതിൽ ഒരു കോംപ്രമൈസും ഇല്ല. നിങ്ങൾ എന്ന് ജോലി മേടിക്കുന്നോ അത് കഴിഞ്ഞിട്ടേ നിങ്ങൾ കല്യാണം കഴിക്കാവൂ എൻ്റെ അഭിപ്രായത്തിൽ. തീർച്ചയായിട്ടും നമ്മൾ ഗേൾസ് ഉറപ്പായിട്ടും ജോലി നേടിയിരിക്കണം. കല്യാണം എന്നുള്ളത് ഇപ്പോഴത്തെ കാലത്ത് ഒരു ഓപ്ഷനാണ്. കുറേ കുട്ടികൾക്ക് കല്യാണം കഴിക്കാൻ ഇഷ്ടമല്ല, അത് അവരുടെ ഇഷ്ടമാണ്. ലൈക്ക് ഞാൻ അതിലേക്ക് അതൊരു ഡിബേറ്റിംഗ് ടോപ്പിക്കാണ്. പക്ഷെ ഞാൻ ഒരിക്കലും അതിലേക്ക് ഇൻക്ലൂഡ് ഇല്ല. ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ട്, ഞാൻ നല്ല ഹാപ്പിയാണ്. ഞാൻ കല്യാണം കഴിച്ചതിന് ശേഷമാണ് കുറച്ചുകൂടെ ലൈഫ് എക്സ്പ്ലോർ ചെയ്യാനും ലൈക്ക് എന്താണ് ഷെയറിങ്, എന്താണ് ഒരു പാർട്ട്ണർ നിങ്ങളുടെ ലൈഫിൽ വരുമ്പോൾ ബ്യൂട്ടിഫുൾ മൊമെന്റ്സ് ഒക്കെ അറിയാതെ ഞാൻ കല്യാണം കഴിച്ച് കഴിഞ്ഞപ്പോൾ എന്തേ നേരത്തെ കഴിക്കാനെന്ന് തോന്നി പോയിട്ടുണ്ട്. എനിക്ക് എൻ്റെ അടുത്ത് ഞാൻ കല്യാണം കഴിക്കുന്ന സമയത്ത് എനിക്ക് ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല കല്യാണം കഴിക്കാൻ. ബിക്കോസ് ഞാൻ 25 ആയിട്ടുള്ള കല്യാണം കഴിച്ചപ്പോൾ 3 ഇയേഴ്സ് ആയി. അപ്പോൾ എനിക്ക് ഞാൻ എൻ്റെ ഫാദർ എടുത്തത് അപ്പം എനിക്ക് വീട്ടിലൊന്നും കുറവില്ല, എനിക്ക് കല്യാണം കഴിക്കണ്ട, ഞാൻ നല്ലതായിട്ടല്ലേ വീട്ടിൽ വളരുന്നത്, പിന്നെ ഞാൻ എന്തിനാ ഇനി കല്യാണം കഴിച്ചിട്ട് എനിക്ക് വേണ്ട. അപ്പോൾ എൻ്റെ അപ്പ പറയും ഇപ്പം നീ ഇങ്ങനെ പറഞ്ഞു, പക്ഷെ കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ട് ഇതേ നീ എൻ്റെ അടുത്ത് ചോദിക്കും എന്തുകൊണ്ട് ഞാൻ നേരത്തെ കല്യാണം കഴിച്ചില്ല. മീൻസ് നമ്മളൊരു ലൈഫ് പാർട്ട്ണറായിട്ട് നിങ്ങൾ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എല്ലാ കാര്യത്തിലും നമുക്ക് പുതുമയായിരിക്കും.
പ്രത്യേകിച്ച് എൻ്റെ ഒരു അറേഞ്ച്ഡ് മാരേജോട് ആയതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഒരുപാട് പെണ്ണ് കാണൽ മുതലുള്ള ഓരോ എക്സ്പീരിയൻസ് എനിക്ക് ഇപ്പോഴും ഓർക്കും. ഇവൻ ഈ 3 years എനിക്ക് ഇന്നലെ നടന്ന പോലെ തോന്നുന്നു. മീൻസ് ഐ എം താങ്ക്ഫുൾ ദാറ്റ് ഐ ഗോട്ട് എ ഗുഡ് പാർട്ട്ണർ. പക്ഷെ ഞാൻ അതുകൊണ്ടല്ല പറഞ്ഞത്, ഇപ്പം നിങ്ങൾക്ക് കല്യാണം കഴിക്കണ്ട എന്നാണ് നിങ്ങളുടെ ഓപ്ഷൻ എങ്കിലും, കല്യാണം കഴിക്കണം എന്നാണ് നിങ്ങളുടെ ഓപ്ഷൻ എങ്കിലും, ഇനി നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ലെങ്കിലും നിങ്ങൾ എപ്പോഴും ചിന്തിക്കുക, ജോലി നേടിയിട്ട് മാത്രമേ നിങ്ങൾ കല്യാണം കഴിക്കാവൂ. തീർച്ചയായിട്ടും ഗേൾസ് മസ്റ്റായിട്ട്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കാര്യങ്ങളുണ്ട് അതിൽ. ഒന്നാമത്തെ കാര്യം, നമുക്ക് സ്വന്തമായിട്ട് നേരത്തെ പറഞ്ഞ സെൽഫ് വാല്യൂ, സെൽഫ് വെർത്ത് നമുക്ക് മനസ്സിലാവും. രണ്ട്, നിങ്ങൾ കല്യാണം കഴിച്ചൊരു വീട്ടിലേക്ക് ചെന്ന് കയറുകയാണെങ്കിലും, നിങ്ങൾ ജോലി ഇല്ലാതെ ഒരു സാധാ ഒരു പെൺകുട്ടിയായിട്ട് ചെല്ലുന്നത് ഒരു ജോലിക്കാരിയായിട്ട് നിങ്ങൾ ഒരു വീട്ടിലേക്ക് കയറുന്നതും രണ്ടും ഡിഫറെന്റ് ആണ്. ആ അപ്പം കിട്ടുന്ന ഒരു വാല്യൂ ഉണ്ടല്ലോ, അത് നമുക്ക് അവർ നമുക്ക് ആ വാല്യൂ തന്നില്ലെങ്കിലും നമുക്ക് നമ്മുടെ സെൽഫ് വാല്യൂ ഉണ്ടെങ്കിൽ അത് മതി. പക്ഷെ നിങ്ങൾക്ക് ആ ജോലി ഉണ്ടെങ്കിൽ നമ്മുടെ ഒരു പവർ, കാരണം നമ്മുടെ ഒരു ഇന്ത്യൻ കൾച്ചർ അനുസരിച്ച് ഹസ്ബൻഡ് ദെൻ വൈഫ്, കാരണം ഹസ്ബൻഡിന്റെ വീട്ടിലാണല്ലോ നമ്മൾ താമസിക്കുക. അപ്പൊ നമുക്കൊരു ജോലിയൊക്കെ ഉണ്ട്, നമ്മൾ സെൽഫ് ഏൺ ചെയ്യുന്ന ആൾക്കാരാന്ന് അറിയുമ്പോൾ നമ്മളെ നോക്കുന്ന ആൾക്കാരും അതേ റെസ്പെക്റ്റോടെ അതേ കൺസേണോടെ നമ്മുടെ ഇപ്പം നമ്മുടെ ഇൻലോസ് ആണെങ്കിലും അവരുടെ അടുത്തുള്ള നെയ്ബേഴ്സ് നമ്മുടെ റിലേറ്റീവ്സ് ആണെങ്കിലും ഇനി പുതിയ വരാൻ പോകുന്ന റിലേറ്റീവ്സ് ആണെങ്കിലും നമ്മളെ ആ കണ്ണോടെ തന്നെ അവർ കാണുള്ളൂ. മനസ്സിലായോ? അവർ ഇപ്പൊ കണ്ടില്ലെങ്കിൽ എന്താ കുഴപ്പം എന്നുള്ളത് ഒരു സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ മോസ്റ്റ് ഓഫ് ദ കേസസ് നമ്മൾ കല്യാണം കഴിച്ച് പോകുമ്പോൾ തീർച്ചയായിട്ടും ഇൻലോസിന്റെ അടുത്താണല്ലോ നമ്മൾ ചെല്ലുക. അപ്പൊ നമുക്ക് ആ കിട്ടുന്ന ഒരു പവർ ഉണ്ടല്ലോ, ബിക്കോസ് ഐ എം ഏർണിംഗ്, എനിക്ക് എന്റെ ഹസ്ബൻഡിനെ ഈക്വലി സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളൊരു കോൺഫിഡൻസ്, ദ ബെസ്റ്റ് തിങ് ഇൻ ദ വേൾഡ്. ഇതൊക്കെ നിങ്ങൾ അനുഭവിച്ചറിഞ്ഞുണ്ടല്ലോ, തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ജോലി കിട്ടിയിട്ട് കല്യാണം കഴിക്കൂ. കാരണം ഞാനിത് പ്രത്യേകിച്ച് പറയാൻ കാരണം, ഇന്നത്തെ കാലത്ത് കുറെ കുട്ടികൾ നാട്ടിൽ, എനിക്കറിയില്ല ഈ നാട്ടില് സാധാ സ്കൂളിലും കോളേജസിലൊക്കെ പഠിച്ചു വളരുന്ന കുട്ടികൾ, മേ ബി എനിക്ക് തോന്നി നാട്ടിൻ പുറത്തുള്ള സ്ഥലങ്ങളായതുകൊണ്ടാണോ, അവിടുത്തെ ആൾക്കാർ ഭയങ്കര നിഷ്കളങ്കരായതുകൊണ്ടാണോ എനിക്ക് ഈ കുട്ടികൾ പോയിട്ട്, നിങ്ങൾ പ്രേമിക്കുന്നത് ഒരിക്കലും തെറ്റല്ല, ഞാൻ ഒരിക്കലും അതിന് അഗെയിൻസ്റ്റ് അല്ല. പക്ഷേ നിങ്ങൾ ഈ പ്രേമിച്ച് കഴിഞ്ഞിട്ട് ഉടനെ ഒരാളുടെ കൂടെ തന്നെ ഇറങ്ങിപ്പോയി, ഞാൻ ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ ജീവിതം അതൊരു എനിക്ക് പ്രശ്നമാവും എന്നൊക്കെയുള്ള രീതിയിൽ ചിന്തിക്കുക. അതുകൊണ്ട് ഞാൻ ഇപ്പൊ ഈ റീസെന്റ് ഞാൻ പറയാൻ കാരണം, പൂജാമൽ അറിയാലോ, പേരെടുക്കണ്ടെന്ന് വിചാരിച്ചു. എന്നാലും ആ ഒരു കുട്ടികൾ കല്യാണം കഴിച്ചത്, അവർ കല്യാണം കഴിച്ചാൽ നല്ലതായിട്ട് അവരുടെ ലൈഫ് സ്റ്റോറി ഞാൻ കേട്ടതാണ്. അപ്പൊ അവർ അത്രയും സ്ട്രഗിൾ ചെയ്ത് 3 വർഷം കാത്തിരുന്ന് എല്ലാം സഹിച്ചിട്ട കുട്ടി വിടാതെ അവനെ പുള്ളിക്കാരനെ കെട്ടി. ഇൻ കേസ് ഫസ്റ്റ് വീട്ടിൽ പിടിച്ച സമയത്തെ കുട്ടി മനസ്സ് മാറി അല്ലെങ്കിൽ അധികം സ്ട്രോങ് ആയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ആൺകുട്ടി വേറെ ആളെ പോയിട്ട് അവരുടെ ലൈഫായിട്ട്, പക്ഷെ അവരത് പിടിച്ചതെന്നുകൊണ്ടാണ് അവർ കല്യാണം കഴിച്ചത്, അത് അപ്രീഷിയബിൾ ആണ്. പക്ഷേ അവരുടെ ലൈഫ് ആലോചിച്ച് നോക്കൂ, നമ്മുടെ ജീവിതം, ഞാൻ പറയാം, നമ്മൾ 18 വയസ്സിൽ ചിന്തിക്കുന്ന ഒരിക്കലും ആ ആളായിരിക്കില്ല നമ്മളൊരു 22 വയസ്സിൽ, അതുമായിട്ട് ഒരു ബന്ധം കാണില്ല നമ്മൾ 25 വയസ്സിൽ, ഇനി ഇത് ഒരുമായിട്ട് ബന്ധം ഉണ്ടാവില്ല നമ്മളൊരു 28 to 30 years നമ്മുടെ ലൈഫിനെ കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട്. സോ നമ്മൾ ഒരിക്കലും എടുത്തു ചാടി തീരുമാനങ്ങൾ എടുക്കരുത്. നിങ്ങൾക്ക് ഒരാളെ ഇഷ്ടമാണോ, നിങ്ങൾ വെയിറ്റ് ചെയ്യുക. നിങ്ങൾ അയാളായിട്ട് പറഞ്ഞു, പിന്നെ അതിന് ഒരാൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് സ്നേഹിച്ച്, നിങ്ങൾക്ക് ജോലി കിട്ടി, ഒന്ന് സെറ്റിൽ ആയിട്ട് കല്യാണം കഴിക്കാൻ വെയിറ്റ് ചെയ്യാത്ത ആളാണ്, പിന്നെ നിങ്ങൾ എങ്ങനെ ആയാലും ലൈഫ് ലോങ് നിങ്ങളെ വെയിറ്റ് ചെയ്ത് നോക്കും? ലൈഫ് ലോങ് നിങ്ങളെ കണ്ടോണ്ടിരിക്കേണ്ട ആളല്ലേ? അപ്പൊ ഇത്രയും സമയം നിങ്ങളെ ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാൻ പറ്റണില്ലെങ്കിൽ പിന്നെ നിങ്ങൾ നോക്കുന്ന എന്താ ഉറപ്പ്? അതുകൊണ്ട് ഒരിക്കലും ചാടി കയറി കല്യാണം കഴിക്കരുത്. കുട്ടികളെ എനിക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് വീട്ടിൽ അറിയിക്കുക, വീട്ടിൽ പിടിച്ചു തന്നെ ഇരിക്കട്ടെ. അപ്പൊ എന്നെ അമ്മയോട് പറയാം, അമ്മ എനിക്ക് അവനെ ഇഷ്ടം, പക്ഷെ ഞാനിപ്പോൾ ഒളിച്ചോട് അങ്ങനെ ഒന്നും ചെയ്യില്ല. കാരണം അതിനകത്തൊക്കെ വേറെ ഒരുപാട് നമ്മുടെ പാരന്റ്സിന്റെ ഒരു ഇത് ഡിസ്ക്രിമിനേഷൻ, അവരുടെ കാര്യങ്ങൾ, അവരെ എന്തോരം നമ്മൾ അതുകൊണ്ട് ബാധിക്കുമെന്ന് നിങ്ങൾക്ക് അറിയാവോ? അങ്ങനെ ഒരു ചിന്തയെ പൊട്ടച്ചിന്ത. അതിനെക്കുറിച്ചൊക്കെ എനിക്ക് കുറെ സംസാരിക്കാനുണ്ട്. അങ്ങനെ എന്തെങ്കിലും ടോപ്പിക്സ് തീർച്ചയായിട്ടും ഓരോ ദിവസങ്ങളായിട്ട് ഞാൻ സംസാരിക്കാം. അതുകൊണ്ട് പറയാം, എനിക്ക് ജോലി കിട്ടിയിട്ട് ഞാൻ അതിനെ തന്നെ കെട്ടത്തുള്ളൂ. അത് നിങ്ങളൊരു 18 വയസ്സിൽ പറയാനിരിക്കട്ടെ. ഒരു 22 വയസ്സാകുമ്പോൾ നിങ്ങൾ അത്രയും നാൾ നിങ്ങൾ കണക്ഷനിൽ തന്നെ ഇരിക്കണം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും, അവനെ ഒന്നും കൂടെ അറിയാൻ പറ്റും. അല്ലെ അവനെ മാത്രമല്ല, ഇന്നത്തെ കാലത്ത് അവളെ ഒന്നും കൂടെ അറിയാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് തോന്നും, അയ്യോ ഞാൻ ഇവളെന്നെ കെട്ടിയാണെങ്കിൽ എന്തായി പോയനല്ല, ഞാൻ ഇവനെ കെട്ടിയാണെങ്കിൽ എന്തായി പോയി, ഇവനെന്നെ ഒട്ടും മനസ്സിലാക്കണില്ലല്ലോ, ഇവനെന്നെ ഒട്ടും റെസ്പെക്ട് ചെയ്യുന്നില്ലല്ലോ. മ്യൂച്വൽ റെസ്പെക്ട് ഇസ് വെരി ഇമ്പോർട്ടന്റ്. നമ്മൾ ഹസ്ബൻഡ് ആണെങ്കിലും വൈഫ് ആണെങ്കിലും തമ്മിൽ ഈക്വൽ ആയിട്ട് റെസ്പെക്ട് ചെയ്യണം. ഗിവ് ആൻഡ് ടേക്ക് പോളിസിയാണ്, രണ്ടുപേരും റെസ്പെക്ട് ചെയ്തേ പറ്റുള്ളൂ. അത് അങ്ങനെ തന്നെയാണ് വേണ്ടത്. ബിക്കോസ് രണ്ടും ഒരേ ഇൻഡിവിജ്വൽ, രണ്ട് ജെൻഡർ ആണെന്നേ ഉള്ളൂ. ഒരേ മനുഷ്യരിൽ ക്രിയേറ്റ് ചെയ്ത് ജസ്റ്റ് മനുഷ്യനായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്ത് ജസ്റ്റ് കാര്യങ്ങൾ മീൻസ് സോഫ്റ്റ്വെയർ മാത്രമേ ഉള്ളൂ വ്യത്യാസം. നമ്മളെല്ലാം ഒരേ ഇൻഡിവിജ്വൽ. അപ്പോൾ ഈക്വലി അല്ലാതെ ആണ് പെണ്ണെന്നൊന്നുമില്ല, രണ്ടുപേരും ഡിസേർവ്സ് ഈക്വൽ റെസ്പെക്ട്. അപ്പം നിങ്ങൾ ഒരിക്കലും അത് എനിക്ക് ഞാൻ ഇവനെ അയ്യോ കെട്ടുണ്ടായിരുന്നല്ലോ മീൻസ് അപ്പം നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാവും, നിങ്ങളുടെ ആ പാർട്ട്ണറിനെ നിങ്ങൾക്ക് ഒന്നും കൂടെ കാര്യങ്ങൾ മനസ്സിലാവും ഈ ഒരു ടൈം ഗ്യാപ്പിൽ. അപ്പം നിങ്ങൾക്ക് അഥവാ വേണമെങ്കിൽ മ്യൂച്വൽ ആയിട്ട് ഈക്വലി നിങ്ങൾക്ക് ബ്രേക്കപ്പ് ചെയ്ത് പോവാം. എടാ നമ്മൾ സെറ്റ് ആവും തോന്നില്ല, നമുക്ക് ആസ് ലൈഫ് പാസ് ബൈ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഓക്കെ ആണെങ്കിൽ നമുക്ക് കെട്ടാം. പിന്നെ ഒരു 22-25 ഒക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് ഒരു ജോലിയൊക്കെ കിട്ടി, ഇയാൾ ഓക്കെ ആണ് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പാരന്റ്സിന്റെ സമ്മതത്തോടെ കൂടെ തന്നെ നിങ്ങൾ അയാളെ കെട്ടണം. ഇനി അവർ സമ്മതിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്തൊക്കെ മാർഗം രജിസ്റ്റർ മാരേജ് അങ്ങനെ നിങ്ങൾ പറഞ്ഞ അമ്മ ഞാൻ ആളെ തന്നെ കെട്ടുള്ളൂ എന്ന് പറയുമ്പോൾ എന്തായാലും പാരന്റ്സ് സമ്മതിക്കും. കാരണം അവർക്ക് അറിയാം അത്രയും വർഷം നിങ്ങൾ കാത്തിരിക്കുമ്പോൾ അത് എത്ര ട്രൂ ലവ് ആണെന്ന് മനസ്സിലാവുമ്പോൾ അവർ സമ്മതിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന പോയിന്റ്, ജോലി കിട്ടിയിട്ടേ കല്യാണം കഴിക്കാവൂ. ഇതുവരെയാണ് ഭാര്യ എന്നുള്ള കാര്യങ്ങൾ. പിന്നെ അങ്ങോട്ടുള്ള കാര്യങ്ങളാണ് പാരന്റിങ്, അതൊക്കെ വരും. അത് അടുത്തൊരു ടോപ്പിക്. പക്ഷെ ഒരു ടീനേജ് ടു ഒരു മാരീഡ് ഗേൾ, ഒരു ഭാര്യ എന്നുള്ള രീതി വരെ ഇത്രയും കാര്യങ്ങൾ ഒരു പെൺകുട്ടികൾ തീർച്ചയായിട്ടും, മക്കളെ ഞാൻ നിങ്ങളോട് പറയാണ്, നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്തിരിക്കുക. ഫസ്റ്റ് സെൽഫ് കെയർ, അതായത് നമ്മുടെ സ്കിൻ, ഹെയർ, നമ്മുടെ ബോഡി നമ്മൾ നന്നായിട്ട് സെൽഫ് ലവ് ചെയ്തിരിക്കണം. പിന്നെ നോ യുവർ സെൽഫ് വർത്ത്, നിങ്ങളുടെ വാല്യൂ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം, നിങ്ങൾ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. തേർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്. എല്ലാ ഗേൾസും ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിരിക്കണം. അതിന്റെ പവർ എന്താണെന്ന്
ആണെന്ന് നിങ്ങൾക്ക് എടുത്തു കഴിഞ്ഞ് വണ്ടി ഓടിക്കുമ്പോൾ മനസ്സിലാവും. പിന്നെ 4th കാര്യം, ഈ പറഞ്ഞ പോലെ ജോലി കിട്ടിയിട്ടേ കല്യാണം കഴിക്കാവും. എല്ലാവരും ജോലി കിട്ടി, നല്ലൊരു ജോലി, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ജോലിയൊന്നും ചിലപ്പോൾ ഫസ്റ്റ് കിട്ടത്തില്ല, ചിലപ്പോൾ ഒരു സാധാ ജോലി ആയിരിക്കും, അവിടെ നിന്ന് നിങ്ങൾക്ക് ആ എക്സ്പീരിയൻസ് ആകുമ്പോൾ അടുത്ത വളരാം. അപ്പം ജോലി കിട്ടിയിട്ടേ കല്യാണം കഴിക്കാവും. അപ്പോൾ എൻ്റെ ഫസ്റ്റ് വീഡിയോ എന്നുള്ള രീതിയിൽ ഞാൻ കുറേ സംസാരിച്ചിട്ട് നിങ്ങൾക്ക് ബോറടിക്കുകയാണെങ്കിൽ സോറി ഗൈസ്. ഫസ്റ്റ് വീഡിയോ ആയിട്ട് എന്തെങ്കിലും തെറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞുതരാം, ഞാൻ തീർച്ചയായിട്ടും അത് ശരിയാക്കിയിട്ട് അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇത് തീർച്ചയായിട്ടും നിങ്ങൾ ഗേൾസ് എന്നുള്ള രീതിയിൽ, പെൺകുട്ടികൾ എന്നുള്ള രീതിയിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യേണ്ട കാര്യമാണ്. എനിക്ക് തോന്നിയിട്ടുള്ള ഇത്രയും നാളത്തോളം എൻ്റെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്തു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്ത് കാര്യം ഉണ്ടെങ്കിലും മെയിൻലി സബ്സ്ക്രിപ്ഷനെക്കാട്ടിലൊക്കെ മുന്നേ എൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എനിക്ക് അതായത് ഇഷ്ടം. നിങ്ങൾ എൻ്റെ കൂടെ സംസാരിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഡിസ്കസ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, മനസ്സിലായോ? അപ്പോൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും അറിയിക്കാം. താങ്ക് യു ആൻഡ് ടേക്ക് കെയർ. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.